അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ഫസ്റ്റ് ഫണ്ട് റണ്ണിന് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉടൻ തുടക്കമാകും. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദീപക് തരമണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. നമുക്കും ഏറെ സന്തോഷമുള്ളതാണ്. കാരണം SKN40 ലഹരി വിരുദ്ധ യാത്രയുടെ സമാപനം നടന്ന കോഴിക്കോട് ബീച്ച്, ആ ബീച്ചാണ് ഇപ്പോൾ എക്സൈസിന്റെ ഫണ്ട് റണ്ണിന് വേദിയാവുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ക്യാമറാമാൻ രാജേഷ് വളരെ കൊണ്ടൊന്ന് പാൻ ചെയ്യുമ്പോൾ ഇതാ കുട്ടികൾ ഈ ഫണ്ട് റണ്ണിന്, ലഹരിക്കെതിരായ ഫണ്ട് റണ്ണിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്ന് അവരോട് ഒന്ന് ഉദ്ഘാടനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇവിടെ എക്സൈസ് വകുപ്പ് നടത്തുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ്. ഒപ്പം തന്നെ K. ജയന്ത്, പ്രവീൺ കുമാർ, 2 MLA-മാർ, മേയർ O. സദാശിവം തുടങ്ങിയവരുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി തുടങ്ങിയ എല്ലാവരുമുണ്ട്. ഇപ്പോൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയാണ്. SKN40ക്കാണ് ഒരുപക്ഷെ ഇതിനു മുൻപ് കേരളത്തിൽ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരിക്കെതിരായ ഒരു പ്രതിജ്ഞയായി വന്നത്. അതിനുശേഷമുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. SKN തകർക്കുന്ന മാരക വിപത്താണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. SKN ഇതാണ്, ഈ പ്രതിജ്ഞയോട് കൂടിയാണ് ഈ ഫണ്ട് റൺ ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്ന ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ ലഹരിക്കെതിരായ പോരാട്ടം നടക്കുന്നു. ഇതിനൊപ്പമാണ് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ റെയ്ഡ്, പരിശോധന, ഇതിനൊപ്പം വലിയ സംസ്ഥാന തലത്തിലുള്ള ക്യാമ്പയിനായി ഫണ്ട് റൺ നടക്കുന്നത്. അതിന്റെ കോഴിക്കോട് ബീച്ചിലെ ഉദ്ഘാടനമാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചത്. അല്പസമയത്തിനകം ഈ ഔപചാരിക ചടങ്ങ് ഇപ്പോൾ അവസാനിക്കും. അതിനുശേഷം ഫ്ലാഗ് ഓഫ്, നേരെ ഈ ഓട്ടം ആരംഭിക്കുകയാണ്. ലഹരിക്കെതിരായ വലിയ പോരാട്ടമാണ് സർക്കാർ ഒരുപക്ഷെ സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള ഒരു ക്യാമ്പയിൻ, ഒപ്പം തന്നെ നടപടി, ആ രീതിയിലുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് SKN തുടക്കമിടുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റൺ ആരംഭിക്കുകയാണ്. SKN ഓക്കെ, താങ്ക് യു. എന്തായാലും കോഴിക്കോട് ബീച്ചിലായിരുന്നു നമ്മൾ ഈ SKN40യുടെ സമാപനം നടത്തിയത്. ദീപക് പറഞ്ഞതുപോലെ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു. ജനങ്ങൾക്ക് ഇതിൽ നല്ല താല്പര്യമുണ്ട്. അവബോധം കുട്ടികളിൽ ഉണ്ടാക്കാനും ചെറുപ്പക്കാരിൽ ഉണ്ടാക്കാനും ഒക്കെ ഈ പരിപാടി ഉപകരിക്കട്ടെ എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ഈ ഒരു ലഹരി വിരുദ്ധ സംസ്ഥാനം അല്ലെങ്കിൽ ലഹരി മുക്തമായ ഒരു കേരളം ഉണ്ടാകാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.